ഒന്നാമത് ഇവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ചോദ്യം ചോദിക്കാൻ അറിയാത്ത നീയാണ് ആദ്യം ഇറങ്ങി പോണത്. പോടാ നല്ലൊരു നായരാണ്. അപ്പൊ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോ ഞാൻ നായന്മാരൊരു പാർട്ടി വന്നു, എന്നോട് നിൽക്കാൻ പറഞ്ഞു. ശരി, ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ്. ആ രാഷ്ട്ര സേവനം ഉള്ള ഒരാൾക്ക് മുന്നിൽ ജാതിയില്ല, പാർട്ടിയല്ല. നമ്മൾ നായർ അങ്ങനെ പറയേണ്ട ആവശ്യം, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. മനുഷ്യനായതുകൊണ്ടല്ല ആ പാർട്ടി ഈ നായന്മാരുടെ പാർട്ടിയാണ്. പിന്നെ ഞാൻ നായർ നല്ലണ്ട് പിന്നെ വേറെ ജാതി പറയാൻ പറ്റുമോ? പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ്. അത് ഈ പറയുന്ന ഓരോ ആൾക്കാർക്കും കൊടി കുത്തിയും ഇങ്ങനത്തെ കാര്യങ്ങൾ മോനെ. അപ്പം നമുക്ക് മോദി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും. നീ അത്ര കാടിയൊരു പോണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ പറഞ്ഞേ, ഞങ്ങളുടെ പാർട്ടി എന്ന് പറയണത് ഞാൻ നിൽക്കുന്നത് നായന്മാരുടെ ഒരു പാർട്ടിയിലാണ്. റെസ്പെക്ട് ചെയ്യുന്നത് ആരെയെന്നറിയോ? എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, എൻ്റെ ബ്രദർ, എൻ്റെ വീട്ടുകാർ. ഒരാളും ഞാൻ വേറെ റെസ്പെക്ട് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇതുവരെ എത്ര പേര് തല്ലിയിട്ടുണ്ട്? ഞാൻ ഇതുവരെ ആണുങ്ങളെ കൈനീട്ട് തല്ലിയിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ ആണുങ്ങളെ അത്ര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. ഇന്ന് എൻ്റെ ബാങ്കിൽ ഇന്ന് ഇപ്പോൾ 1 ലക്ഷം രൂപ കാണും. നാളെ ചിലപ്പോൾ അത് 0 ആയിരിക്കും. കാരണം എനിക്ക് ലോൺ ഉണ്ട്, അതുണ്ട്, ഇതിലെല്ലാം എനിക്ക് കൊടുക്കണം. പിന്നെ ഞാൻ അധ്വാനിക്കുക. പിന്നെ ദൈവം സഹായിച്ചിട്ട് നമുക്കൊരു കഴിവുണ്ട് ഇല്ലേ? എൻ്റെ ജോലി അഭിനയമാണ്. ഞാൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ, അഭിനയം എല്ലാം ആയിട്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്കിനി അഭിനയം ഇല്ലെങ്കിൽ തന്നെ ഞാൻ വല്ല ഡ്രസ് മെറ്റീരിയൽ എടുത്തോ, ടെക്സ്റ്റൈൽ തുടങ്ങിയോ, അല്ലെങ്കിൽ ഒരു ചായ ഷോപ്പ് തുടങ്ങിയോ ഞാൻ ജീവിക്കും. അങ്ങനെയുള്ളപ്പോൾ രാഷ്ട്രീയത്തിലോട്ടുള്ളൊരു പോക്ക് എങ്ങനെയായിരുന്നു? രാഷ്ട്രീയത്തിലോട്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് പോയ ആളൊന്നുമല്ല ഞാൻ. എന്നെ എല്ലാവരും നിർബന്ധിച്ചു. ഞാനൊരു നല്ലൊരു നായരാണ്. അപ്പം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നായന്മാരൊരു പാർട്ടി വന്നു, എന്നോട് നിൽക്കാൻ പറഞ്ഞു. ശരി, ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ജയിക്കും എന്ന് പറഞ്ഞു പോയ ആളൊന്നുമല്ല ഞാൻ. എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ജയിക്കൂല എന്നുള്ളത്. പറയുന്നത് കൊണ്ട് ഹോട്ട് സീറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് ചോദിച്ചോ, ബുദ്ധിമുട്ടുണ്ടാവരുത്. എല്ലാ പ്രേക്ഷകരെടുത്തായിട്ടാണ്. നമ്മള് നായർ അങ്ങനെ പറയേണ്ട ആവശ്യം, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. മനുഷ്യനായതുകൊണ്ടല്ല ആ പാർട്ടി ഈ നായന്മാരുടെ പാർട്ടിയാണ്. പിന്നെ ഞാൻ നായർ നല്ലണ്ട് പിന്നെ വേറെ ജാതി പറയാൻ പറ്റുമോ? നീ പറ. മന്നത്ത് പത്മനാഭൻ്റെ ഒരു പാർട്ടിയാണ്, അത് നായന്മാരുടെ പാർട്ടിയല്ലേ. പിന്നെ അതിന് ഞാൻ വേറെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ? സത്യത്തിൽ ചേച്ചി ഈ രാഷ്ട്രീയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും ഉദ്ദേശമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലൊരു ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ഇലക്ഷൻ വന്നപ്പോൾ എനിക്കൊരു ഉദ്ദേശമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാനൊരു ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് 10 വർഷം ഇരുന്ന ആളാണ്. കുറേ നല്ല കാര്യങ്ങൾ ഞാൻ അവർക്കൊക്കെ വേണ്ടി ചെയ്യും. ഇനി സെക്രട്ടറി എന്നല്ല, ഒരാൾ പുറത്തുള്ള ഒരാളാണെങ്കിലും സഹായിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, മനസ്സിൻ്റെ ഏറ്റവും സന്തോഷമാണ് എനിക്ക്. ഒരാളിപ്പോൾ നീ നാളെ വിളിച്ചിട്ട് ചേച്ചി ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കണേ ചേച്ചി, എനിക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിന്നെ സഹായിക്കും. പക്ഷെ അറിഞ്ഞ് സഹായിക്കും. കാരണം കുറേ അറിവില്ലാതെ സഹായിച്ചു പോയി. അതല്ല, അറിഞ്ഞിട്ട് ഞാൻ ഇതാണ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ സെക്കൻഡ് ഞാൻ പോയി സഹായിച്ചിരിക്കും. ഇലക്ഷൻ നിൽക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിട്ട് നടന്നിട്ടില്ല. അപ്പം ഞാൻ ജയിക്കുന്ന വിചാരിച്ച് നിന്നല്ലാന്ന് എന്നോട് പറഞ്ഞേ, എന്തായാലും ഇതെന്താണ് എങ്ങനെയാണ് നിർത്തിയപ്പോൾ നിന്നു. ഒരു മനസ്സിൻ്റെ സന്തോഷം. ഇനി നാളെ വരുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇലക്ഷൻ എന്നത്. അല്ല, അവിടെയും പൈസയുടെ എന്തെങ്കിലും ആവശ്യകത ഒന്നുമല്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്താ ഒരു കാര്യം മോനെ, ഈ പൈസയ്ക്ക് വേണ്ടി പിന്നെ ഇത്രയും പെട്ടെന്ന് കടന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പൈസയ്ക്ക് വേണ്ടി വേറെ എന്തൊക്കെ ജോലി ഉണ്ട് അതൊക്കെ ചെയ്തൂടെ? ആ വർത്താനം പറയല്ലേ. ഈ പൈസ എന്ന് പറഞ്ഞാൽ എന്താ? ജോലി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും പൈസ. പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഇന്നൊരു പാർട്ടി എന്നുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഇതെന്ന് കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ്. ആ രാഷ്ട്ര സേവനം ഉള്ള ഒരാൾക്ക് മുന്നിൽ ജാതിയില്ല, പാർട്ടിയല്ല. ആൾക്കാർ, ജനങ്ങൾ എല്ലാവരും മനുഷ്യരാണ്. എന്നാ പിന്നെ ഒരു കാര്യം, മുസ്ലിം ലീഗിലുള്ള ആൾക്കാരൊക്കെ വേറെ വല്ലവരും എല്ലാവരും കൂടെ നായന്മാരുടെ പാർട്ടിയിൽ ഒന്ന് ചേർത്ത്. ഞാൻ പറഞ്ഞ ജാതി എന്താ കാരണം പറയാൻ, ചേച്ചി പറഞ്ഞ കാര്യം കൂടെ ചേർത്താണ്. എന്താ കാരണം? ഇത് ചേച്ചി പറഞ്ഞ കാര്യം കൂടെ ചേർത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് മുസ്ലിം ലീഗ് ആണെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും അതുകൂടെ ചേർത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ്. അത് ഈ പറയുന്ന ഓരോ ആൾക്കാർക്കും കൊടി കുത്തിയും ഇങ്ങനത്തെ കാര്യങ്ങൾ മോനെ. അപ്പം നമുക്ക് മോദി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും. നീ അത്ര കാടിയേറി പോണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ ഞങ്ങളുടെ പാർട്ടി എന്ന് പറയണത് ഞാൻ നിൽക്കുന്നത് നായന്മാരുടെ ഒരു പാർട്ടിയിലാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നായരായതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി നിൽക്കുമോ? ഞാൻ പറഞ്ഞു ഓക്കെ നിൽക്കാം. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ജാതി മതമൊന്നും പ്രിയക്കില്ല. ഒരു ജാതി ഒരു മതം അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജാതി ഇല്ല. എനിക്ക് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാ. ജാതിയെ നോക്കി നടക്കുന്ന ആളല്ല ഞാൻ. ചേച്ചി നേരത്തെ പറഞ്ഞു ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ആണെങ്കിൽ അവിടെ നിന്നു എന്നൊരു കാര്യം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ട് അതിനകത്ത് നിന്നത് ചേച്ചി ആ പാർട്ടിനെയും ആ നാട്ടുകാരെ എല്ലാം പറ്റിക്കല്ലേ ചേച്ചി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വീടുകളിൽ പോയിട്ട് വോട്ട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ട്. പറഞ്ഞുതരാം. എൻ്റെ എതിരായിട്ട് നിൽക്കുന്നത് ഷാനിമോൾ ഉസ്മാൻ, ഒരാൾ ഡലീമ. രണ്ടുപേരും പാർട്ടിയായിട്ട് നല്ല ശക്തമായ അറിവുള്ള ആൾക്കാരാണ്. എനിക്ക് പാർട്ടിയെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ വലിയ അറിവൊന്നുമില്ല. പിന്നെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്നു. കാരണം എന്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാൽ ജയിച്ചാൽ ജയിക്കട്ടെ. മനുഷ്യനുണ്ടാവുമല്ലോ ഒരാഗ്രഹം, ചിലപ്പോൾ ജയിച്ചാലോ എന്നുണ്ടാവില്ലേ. അല്ലാതെ ജയിക്കില്ല എന്നല്ല, ജയിക്കുകയാണ് ജയിക്കട്ടെ. പക്ഷേ 100% എൻ്റെ മനസ്സിൽ ഞാൻ രാഷ്ട്രീയമായിട്ട് ഒന്നും പഠിച്ച ആളല്ല. എനിക്ക് അതിൻ്റെ ടെക്നിക്കൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നിന്നുപോയി. ഇനി ചിലപ്പോൾ നിൽക്കാൻ പറ്റും, പറയാൻ പറ്റില്ല. ഇനി ഞാൻ നിൽക്കും. അവിടെയാണ് ഞാൻ ചോദിച്ചത്, കാശിന് വേണ്ടിയിട്ടല്ല നിന്നത്. അല്ല, അവിടെയാണ് ഞാൻ ചോദിച്ചത്. അല്ല, കാശിന് വേണ്ടി ഈ ഇത്രയും ആരോപണങ്ങളും പ്രശ്നങ്ങളും ചേച്ചി വന്നേക്കുന്ന ഈ കാശിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചത്. അതിന്റെ ബുദ്ധിമുട്ടുണ്ടാണ്. ചോദിച്ചോട്ടെ, അതിന് തുറന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഒരു കാശിന് വേണ്ടിയിട്ട് നിന്നല്ല, നിന്ന് കഴിഞ്ഞു. അത് എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിങ്ങളുടെ അമ്മ സംഘടന, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ചേച്ചി പറഞ്ഞത് കൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയാണ്, അമ്മ എന്ന് പറഞ്ഞ നിങ്ങളുടെ സംഘടനയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ എവിടെയാണ് ഇല്ലാത്തത്. ഇതേപോലെ ചേച്ചി സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സീരിയലോ? എനിക്ക് സീരിയൽ എന്ത് പ്രശ്നം? അല്ല, ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചീഞ്ഞ പഴങ്ങൾ എന്തെങ്കിലും അവിടെയും ചേച്ചി ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടോ? മോനെ, എനിക്ക് അത്തരത്തിൽ കണ്ടാൽ ഞാൻ ആ സ്പോട്ടിൽ പ്രതികരിക്കും മോനെ. ഇപ്പൊ മറ്റുള്ളവർക്ക് വന്ന് അവരെന്നോട് പറഞ്ഞാൽ ഞാനത് പ്രതികരിക്കും. ഇതുവരെ എത്ര പേരെ തല്ലിയിട്ടുണ്ട്? ഞാൻ ഇതുവരെ ആണുങ്ങളെ കൈനീട്ടി തല്ലിയിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ ആണുങ്ങളെ അത്ര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. തല്ലന്റെ അവസാനം വന്നാൽ പോലും ക്ഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ നീണ്ട 20 വർഷക്കാലം തന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൽ നിന്നുണ്ടായ ആ ചില പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ക്ഷമിച്ച് സഹിച്ച് പോയിട്ടുണ്ടായിരുന്നത്? എന്ത് ക്ഷമിച്ച് സഹിച്ചു? എനിക്കൊരു ക്ഷമയും സഹിക്കുക ഒന്നും ആവശ്യമില്ല. കാരണം എന്താ അറിയോ, എന്നാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കോടതി കുറേ ടൈം എടുക്കും. ഇതൊക്കെ അപ്പാപ്പ തന്നെ തീർത്തു പോയിരുന്നെങ്കിൽ നമുക്ക് 20 വർഷം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് സഹിക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കേസ് വരുന്നതനുസരിച്ച് ഞാൻ പോയിക്കൊണ്ടിരുന്നു. എവിടം വരെ പോകുമോ അതുവരെ ഞാൻ പോകും, അത്രയേ ഉള്ളൂ. എന്തിനാ സഹിക്കണേ, ക്ഷമിക്കണത്? ചേച്ചി എന്തെങ്കിലും മന്ത്രവാദം, ദിവ്യശക്തി അങ്ങനെ എന്തെങ്കിലും? ആർക്കും? എനിക്കുള്ള ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാം. അപ്പൊ അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളൂ. അങ്ങനെ അപ്പം ദിവ്യശക്തി എന്തൊക്കെയോ ഉണ്ട്? എനിക്ക് ദിവ്യശക്തി ഒന്നുമില്ല. ഇല്ല, പക്ഷേ മുമ്പൊരിക്കൽ പറയുന്നത് കേട്ടു ഞാൻ നെഗറ്റീവ് കമന്റ്. അതെന്താ പറയുന്നത്? അത് പ്രാകും. അത് പ്രാഗില് അതൊരു മന്ത്രശക്തിയാണോ മോനെ? നമ്മൾ പ്രാകുന്നത് മന്ത്രശക്തിയാണോ? ഒരിക്കലും അല്ല. ഞാൻ എന്താ പറഞ്ഞേ, നെഗറ്റീവ് കമന്റ് അടിയിൽ ഇങ്ങനെ ഇടുന്നവരെ കാണുമ്പോൾ എനിക്ക് വിഷമം വരും, ഞാൻ പ്രാകും. അത് ഇന്നും ചെയ്യും, എപ്പോഴും ചെയ്യും. പ്രാകുന്നത് സംഭവിക്കാൻ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? സംഭവിക്കണമെങ്കിൽ സംഭവിച്ചോട്ടെ. നമ്മൾ സംഭവിക്കുന്നതിനോട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു, നാളെ ലോട്ടറി അടിക്കുന്നിടത്ത് ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അടിച്ചാടിക്കട്ടെ, പ്രായ കിട്ടിയ കിട്ടി. ഇവിടെയാണ് ഞാൻ തുടക്കത്തില് ഈ വർഷം 2025 അല്ലേ എന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം. കാരണം വെച്ചാൽ കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും പറയുന്ന കാര്യം 2050 എത്തുമ്പോൾ അല്ലെ 2100 ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് പറക്കുന്ന കാറുകൾ നമുക്ക് ചുറ്റും ഓടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആൾക്കാർ ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പോഴും ചേച്ചി വന്നിരുന്നു പറയാണ് ഞാൻ അവിടെ പ്രാഗും, ശപിക്കും, നെഗറ്റീവ്. അതൊക്കെ സാധാരണ ഒരു മനുഷ്യ സ്ത്രീ പറയുന്ന കാര്യങ്ങളാ. നീ പറയുന്ന പോലെ കാറ് മോളിൽ കൂടെ പറത്തും, ഇത് ഇപ്പുറത്തൂടെ പറത്തും എന്ന് പറയാൻ ചിന്തിക്കാനുള്ള നേരം ഇല്ല. ഇപ്പോ എന്താ സംഭവം എന്നറിയോ, ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ കാലോ. ഇപ്പൊ വലിയ ആയുസൊന്നും ഇല്ലാർക്കും, എത്രയും പെട്ടെന്ന് തീരും. നീ കാറ് പറത്തണ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണ്ട, വരുമ്പോ വരും, അത്രേ ഉള്ളൂ. നമ്മുടെ ലാലേട്ടൻ തന്നെ പറഞ്ഞേക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, മേക്ക് ഇറ്റ് എക്സ്ട്രാ ഓർഡിനറി എന്നുള്ളത്. നമ്മൾ ഇന്നോ നാളെ തീരുന്നു പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആ ചിന്താഗതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നുള്ള. ആരാ പറഞ്ഞത് നിനക്ക്? എനിക്ക് പഴയ ചിന്താഗതിയാണ്. നിനക്ക് ആരോ പറഞ്ഞു? അങ്ങനെയല്ല, എന്റെ ഇപ്പോഴത്തെ ചിന്താഗതി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ യൂത്തിന്റെ ഒപ്പം. കാരണം എന്താ അറിയോ, എന്നാലേ നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുകയുള്ളൂ. ഞാൻ ഒന്നാമതായിട്ട് ഇങ്ങനെ കാലുകയറ്റി വെച്ച് ഇരുന്നിരുന്നു. പക്ഷെ എനിക്ക് ആണുങ്ങളുടെ മുമ്പിൽ റെസ്പെക്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ കാലുകയറ്റി അങ്ങനെ ഒരു വീട്ടിലും ഇരിക്കാറില്ല. എനിക്ക് താല്പര്യമില്ല. എന്റെ കുടുംബത്തിൽ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരാണുങ്ങളുടെ മുമ്പിലോ മറ്റുള്ള മുതിർന്ന ആൾക്കാരുടെ മുമ്പിലോ കാല് കയറ്റി വെക്കരുതെന്നാണ്. അത് സൗകര്യത്തിന് കുറേ സ്ത്രീകൾ വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വെച്ചത് ഹോട്ട് സീറ്റാണ് വെക്കുമെന്ന് വെച്ചു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ ശീലിച്ചിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് ആ കാല് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. അതെൻ്റെ തീരുമാനം, മനസ്സിലായോ? ഇത് ആരും ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ കുടുംബത്തിൽ എന്നെ വളർത്തിയത് അങ്ങനെയാണ്. മക്കളെ ആരെങ്കിലും വരുമ്പോൾ കാലുമ കാലിയേറ്റി വെച്ച് ഇരിക്കരുത്, അത് ശരിയല്ല. അതിൻ്റെ തൻ്റെടി എന്നുള്ളൊരു വാക്കാണ് ആ കാലുമ കാലിയേറ്റി വെക്കണേ. അതെന്നെ പഠിപ്പിച്ചാണ്. അത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇതൊന്നും മറ്റു സ്ത്രീകളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇവിടെ ഞാനും ക്ലിയർ ചെയ്യണം. ആണുങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞത്, നീ കാലിയേറ്റി വെച്ചോ, കാര്യം എന്താ? അതാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ചത്. അത് തന്നെ, ഇതൊരിക്കലും ചേച്ചിയോടുള്ള റെസ്പെക്ട് ഇല്ലായ്മ കൊണ്ടല്ല. അത് നിങ്ങൾ അങ്ങനെ വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ആണുങ്ങൾ അങ്ങനെ ഇരിക്കണോടാ, നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗി. നിങ്ങൾ എന്ത് വർത്താനം ഈ പറയണത്? ഒരാണ് കാല് കയറ്റി വെച്ചിരിക്കുന്ന ഒരു അന്തസ്സാണ്. മോനെ, ഒരു അന്തസ്സാ. ലാലേട്ടൻ സിനിമയില് കാലും കയറ്റി വെച്ച് ഒന്ന് മീശയും പിരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്?
ചേച്ചി അത് എല്ലാവർക്കും ഇഷ്ടം, എനിക്കിഷ്ടമാണ്. പക്ഷേ ചേച്ചി പറഞ്ഞ ആ ഒരു ആശയം സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ ഒരു പടി താഴെ നിൽക്കണം എന്ന് പറയുന്ന അതെല്ലാം ഞാൻ പറയും അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അല്ല, എന്റെ പേഴ്സണൽ ചോയ്സിൽ എല്ലാവരും ഈക്വൽ ആണ്. എല്ലാവരും മോനെ അത് നീ ഈക്വലൊക്കെ ആയിട്ട് എടുത്തോ, നിന്റെ കുടുംബജീവിതം വരുമ്പോൾ നിനക്കത് മനസ്സിലാവോ? ചേച്ചി അന്ന് പറഞ്ഞില്ലേ, അതൊക്കെ പിന്നെ മനസ്സിലാവും. നീ ഇപ്പൊ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഞാനിപ്പോ കുറെ ആയല്ലോ. എനിക്ക് നീ കിടക്കണേയുള്ളൂ, നിനക്ക് വീണ്ടും നിവർന്ന് കിടക്കണം, അപ്പൊ നീ പഠിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരാണായി കഴിഞ്ഞാൽ കാലേറ്റ് വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടല്ല ഞാൻ വെച്ചത്, ഇപ്പൊ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട്, അതുകൊണ്ട് ഞാൻ. പക്ഷെ സ്ത്രീകൾ വെക്കുന്നതോട് എനിക്ക് ഒരു യോജിപ്പില്ല. ഞാൻ കണ്ട സത്യത്തിന് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എവിടെ അങ്ങനെ ഇരിക്കാൻ നോക്കാം. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ കാല് കടയുമ്പോൾ ചിലപ്പോൾ എവിടെയും വെക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് കയറ്റി വെച്ചൊന്ന് വരാം. പക്ഷെ എന്നാൽ പോലും ഇപ്പം ഇത്ര നേരം വെച്ചപ്പോൾ എനിക്കത് പറ്റുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല എന്നെ. ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. അതിൽ ഏറ്റവും ഇപ്പം ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥിരമായിട്ടിരുന്ന് കാണാറില്ല. കാണുന്നതിൽ അല്ല, എനിക്കിപ്പോ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ കാണാറില്ല. ഇനി ബിഗ് ബോസ് സീസണുകളിൽ നമുക്ക് കാണാൻ പറ്റും? ഇല്ല, ഞാൻ പോകുന്നില്ല. ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ വീട്, കുടുംബം, എനിക്ക് അത്ര ദിവസമൊന്നും എൻ്റെ വീട്ടുകാരെയും എനിക്ക് ഒരു അമ്മയുണ്ട്, എൻ്റെ ബ്രദർ കുവൈറ്റിലുണ്ട്, ബ്രദറിന് വൈഫുണ്ട്, കുഞ്ഞുണ്ട്. ഇപ്പുറത്തെ ഫ്ലാറ്റിൽ അനൂപുണ്ട്, അനൂപിൻ്റെ അച്ഛനും അമ്മ, എൻ്റെ മോൻ. ഞങ്ങളൊക്കെ കുടുംബമായിട്ട് അവിടെ ഇവിടെയൊക്കെ കാര്യങ്ങൾ നോക്കി അവരെയൊക്കെ നോക്കാതെ ഒന്നും എനിക്ക് പോയി ഇത്രയും ദിവസമൊന്നും പോയി നിൽക്കാൻ എനിക്ക് പറ്റൂല. പേടി എന്ത് പേടി? ഞാൻ പോയാൽ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ പോയാൽ ബിഗ് ബോസിൽ നിന്ന് ഫസ്റ്റ് മേടിച്ചിട്ട് ഞാൻ ഇറങ്ങും. എന്റെ കോൺഫിഡൻസ് ലെവൽ. എന്തുകൊണ്ടാണ് അത്രയും? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട്. പക്ഷെ ഞാൻ പോകുന്നില്ല. അതാണ് നേരത്തെ ഒരു കാര്യം പറയട്ടെ, അതെനിക്ക് മനസ്സിലായി. ആ കാര്യമല്ല നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന പോലെ സ്ത്രീകൾ ഒരു പടി ഇച്ചിരി താന്നു നിന്ന് എത്ര താന്നാലും മുകളിലായാലും എന്താണേലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പോയാൽ അത്, ഞാൻ ചെന്നാൽ എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടാവും, ഞാൻ അത് പോയാൽ അത് ശരിയാവുമെന്ന്. അതിനെ ഞാൻ ഇറങ്ങാറുള്ളൂ. അല്ലാതെ മനസ്സിൽ തോന്നുക അയ്യോ പോകരുത് തോന്നുന്നു ഞാൻ ആ വഴിക്ക് പോകാറില്ല. പേടിയില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്കൊരു പേടി. എന്തിനാ പേടിക്കണേ? ഞാൻ ആകെ റെസ്പെക്ട് ചെയ്യണത് ആരെയെന്നറിയോ? എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, എൻ്റെ ബ്രദർ, എൻ്റെ വീട്ടുകാർ. ഒരാളും ഞാൻ വേറെ റെസ്പെക്ട് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇപ്പം ഞാനൊരു സുമോദേവ് സീരിയൽ ചെയ്യുന്നുണ്ട്. ആ ഡയറക്ടറെ നന്നായി റെസ്പെക്ട് ചെയ്യും, സാറെന്ന് വിളിക്കും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അത്രയും നല്ലൊരു ഡയറക്ടറാണ്. എത്രയോ പടം ഞാൻ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞാൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അനുസരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെ. എനിക്ക് എൻ്റെ കുടുംബം തന്നെയാണ് ഏറ്റവും വലുത്. സിനിമയിലെ ചില സഹതാരങ്ങൾക്ക് പ്രിയങ്ക അനൂപിനോട് അസൂയ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് കുറേ തോന്നിയിട്ടുണ്ട്. ഉണ്ടായവർ അവിടെ നിന്ന് തോന്നിക്കോട്ടെ. കാരണം എന്താ അറിയോ, ദൈവം ഒന്ന് വരച്ചിട്ടുണ്ടാവും. അത് എൻ്റെ സമയത്തിൽ എനിക്ക് കിട്ടും. അല്ലാതെ എനിക്ക് അതുകൊണ്ട് അവർക്ക് അസൂയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വരാനുള്ള ദൈവം എന്ന് പറഞ്ഞ മോളുണ്ട്, അത് എനിക്ക് തന്നെ കിട്ടും. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അത്തരത്തിലുള്ള ഒരു അസൂയ ചേച്ചിയുടെ തോന്നുന്നത്? അറിയില്ല. ഞാൻ എങ്ങനെ കയറി പോയാലൊന്ന് പേടിച്ചിട്ടായിരിക്കും. കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ചെയ്യുന്ന. പിന്നെ ഒരു കാര്യം തന്നെ, ഇന്നത്തെ കാലത്ത് പഴയ പോലത്തെ റോൾസ് ഒന്നുമില്ല. ഞാനൊക്കെ പണ്ട് ചെയ്തിരിക്കുന്ന പടത്തിൽ ഒരു സീനാണെങ്കിലും, പുലിവാൽ കല്യാണമായാലും, മാന്നാർ മത്തായി ആണെങ്കിലും, തിളക്കാണ്, എല്ലാത്തിലും എനിക്കൊരു പേരും പഞ്ചവർണ്ണം അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സീനാണെങ്കിലും അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പടത്തിലും ചെയ്യാനില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലൊക്കെ വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യാണ്, പുതിയ ന്യൂ ജനറേഷൻ. അതുകൊണ്ട് എനിക്കൊരു പരിഭവം ഇല്ല. ഞാൻ പോയിട്ട് സുമോദേവി സീരിയൽ ചെയ്യുന്നുണ്ട്, നല്ല അന്തസ്സായിട്ട് ആ സീരിയൽ ചെയ്യുന്നു. ഇപ്പം എനിക്ക് അവാർഡും കിട്ടി. ഞാൻ അതിൽ തൃപ്തിയാണ്. കാരണം എനിക്ക് കോടികൾ ലോട്ടറി അടിക്കണം എന്ന് തീരുമാനിച്ച ആളല്ല ഞാൻ. എൻ്റെ ഈ സിനിമാ ജീവിതം എനിക്ക് വലിയൊരു ലോട്ടറിയാണ്. അത് വെച്ച് ആസ്വദിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് മതി. അല്ല, ഇപ്പം മുമ്പ് ചേച്ചി പല ഇനാഗുറേഷൻസിനൊക്കെ പോകാറുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ടല്ലോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ ഇനാഗുറേഷൻ ഉണ്ട്. എന്തോ കുറവുകളുണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല. അതെ ചോദിച്ചാൽ ഇനാഗുറേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ഇന്ന് വരെ ഇനാഗുറേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എങ്ങനെയാണെന്നറിയോ, ഇപ്പം എൻ്റെ പൈസ പറയുന്നത് ശരിയല്ല, എന്നാലും ശരി പോട്ടെ, 50,000 രൂപ എനിക്കൊരു ഇനാഗുറേഷൻ തരാമെന്ന് വെച്ചോ, എന്നെ വിളിക്കുന്ന ആൾക്കൊരു 10,000 രൂപ കൊടുക്കണം. കാരണം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ എനിക്ക് വേറെ ഒരു സ്ഥലത്തും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും വളരെ ഹാപ്പിയിൽ പോകുന്ന ഒരാളാണ്. ചേച്ചി നേരത്തെ പറഞ്ഞു ഇപ്പം ഞാൻ ന്യൂ ജനറേഷന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞു ഇപ്പം നമ്മളെ പറഞ്ഞ ഒരു കാര്യത്തിന് തൂങ്ങി എന്ന് പറയുന്ന ആ ഒരു കാര്യം. ഇല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അതെങ്ങാ നിന്റെ വായന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എവിടെ മനവില. ഞാൻ ഈ ഹോട്ട് സീറ്റിൽ വരുമ്പോ സാധാരണ നിലയിൽ കത്തി കൊണ്ടുവരാറുണ്ട്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആ ഒരു കാര്യം അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ദാമ്പത്യം എന്ന് പറയുമ്പോൾ ലിവിങ് ടുഗദർ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ ഇപ്പൊ പല ആൾക്കാരും പോകാറുണ്ട്. ആ ഒരു കാര്യത്തെ പറ്റി എന്താ ചേച്ചിക്ക് തോന്നുന്നത്? എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ തൃപ്തിയാണ്. കാരണം കല്യാണം കഴിച്ച ഒരുപാട് ഫ്രണ്ട്സും ആൾക്കാരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും പ്രോബ്ലംസ് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഇത് അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം. അവർ പറയണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്നേഹം കൊടുത്ത് നോക്ക്, സ്നേഹം കിട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തോടു കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ അമ്മോടും എൻ്റെ എല്ലാവരോടും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എന്നെ എന്തൊക്കെ പറഞ്ഞു ചീത്ത പറഞ്ഞോ ഞാൻ ക്ഷമിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു കുടുംബം വലുതാണ്.
എനിക്ക് അതും പറഞ്ഞ് തല്ലിട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെ ലൈഫാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ലിവിങ് ടുഗദർ എന്ത് വേണേ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. കാരണം അത് ഓരോരുത്തരുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നതാണ്. ഇനി ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ കല്യാണം കഴിച്ച് വെറുതെ ഡൈവേഴ്സ് ആവണ്ട, ലിവിങ് ടുഗദർ കുറച്ച് ആൾ നിന്നേച്ചും പോകാം അത് വിചാരിച്ച ആൾക്കാരുണ്ടാവും. ഇതെങ്ങനെയാണ് നടക്കുമോ? ഇനി ലിവിങ് ടുഗദർ നിന്ന് ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതറിയോ? ലിവിങ് ടുഗദർ ഒരു കൊല്ലത്തോളം നിന്ന് നല്ല സുഖമായി ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഇവൻ കുഴപ്പമില്ല, ഇവൻ എന്നെ നോക്കിക്കോളും എന്ന് വിചാരിച്ച് കല്യാണം നടത്തിയ ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്കറിയോ? അങ്ങനെ നടക്കുന്നുണ്ട്. അത് ഇന്നത്തെ അപ്പൊ ഞാനാണ് ഇപ്പൊ നിൽക്കുന്നത്. നീ ഇപ്പോഴും ചോദിക്കണേ അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയും വരാം. ഇനി ഒരു ഉദാഹരണോട് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. എന്റെ മോൻ ഇപ്പൊ 15 വയസ്സ്. ഞാൻ ലിവിങ് ടുഗദർ മോശമാണെന്നോ ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ പണ്ട് നീ 50 പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന ആൾക്കാരെ. ഇന്നിപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി, വാട്സപ്പ് ഉണ്ട്, എപ്പോൾ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ അതേ വരുന്നു, ഇവൻ കൊള്ളാലോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമായി. ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ്റെ കാര്യമാണ്. എൻ്റെ മോനിപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. എൻ്റെ മോൻ ഒരു 2 കൊല്ലം കഴിഞ്ഞ് അവൻ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? ഞാൻ വളർത്തിയത് 10 വർഷം ഞാൻ കൂടെ നിന്ന് വളർത്തി അഭിനയിക്കാൻ പോയത്. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ മോനെ നോക്കണം എന്നുള്ളത് എൻ്റെ അവകാശം, എൻ്റെ ഇഷ്ടമാണ്. ഞാനത് ചെയ്തിട്ടുണ്ട്. ആ കടമ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അഭിനയിക്കാൻ വന്നത്. എൻ്റെ മോനൊരു 16-17 വയസ്സാകുമ്പോൾ അവൻ എന്ത് ചിന്തിക്കുന്നറിയോ? ഞാൻ UK പോയി പഠിക്കുമോ അമ്മേ, എനിക്ക് ഓസ്ട്രേലിയ പോകണം അമ്മേ, എൻ്റെ മോൻ പഠിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? മോൻ പോകണ്ട. അപ്പോൾ അവൻ പറയണ്ട, എൻ്റെ വിദ്യാഭ്യാസം അമ്മയും അച്ഛനും കൂടെ കളഞ്ഞു, മോൻ പൊക്കോ മോനെ, എന്താ വേണ്ട മോനെ എന്ന് പറഞ്ഞ് നമ്മൾ അച്ഛനും അമ്മയും അവനെ വിടുക. പിന്നെ ആരായി? പിന്നെ ഞങ്ങൾ മാത്രമായി. അപ്പോൾ ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ കാലമല്ല. പണ്ട് നമുക്ക് പ്രീ ഡിഗ്രി, BA, BCom എന്തൊക്കെ പഠിക്കുക, അതുവരെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്ന് പ്രീ ഡിഗ്രി അങ്ങ് കഴിയുമ്പോഴത്തേനും ഇവർക്ക് അടുത്ത പുതിയ അധ്യായങ്ങളായി പോകണം, പഠിക്കണം. അവർക്ക് നല്ല ജോലി, 19-20 വയസ്സിനുള്ള അവർക്ക് ജോലിയായി. എവിടെ? 2-3 ലക്ഷം രൂപയുടെ ജോലിയായി. പിള്ളേരൊക്കെ മാറി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉള്ള സമയങ്ങൾ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കാനും പരിചരിക്കാനും നിൽക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാൻ നോക്കുക. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. കുടുംബത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിയാൽ മാത്രം മതി. ഞാനതെപ്പോഴും പറയുന്ന ഒരാളാണ്. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചേച്ചി വിവാഹത്തിന് മുൻപ് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നത് തെറ്റ്. എനിക്ക് പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് പൂക്കളെ പ്രണയിക്കുന്ന ആളാണ്, പാട്ടിനെ പ്രണയിക്കുന്ന ആളാണ്. പിന്നെ SLC പഠിക്കുമ്പോൾ മനുഷ്യന്മാർ പ്രണയിച്ചിട്ടുണ്ട്, എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അനൂപ് എന്നെ അത്ര ഇഷ്ടപ്പെട്ട് തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്. പ്രണയമില്ലാത്ത മനുഷ്യനല്ല, അറിയോ? പ്രണയം എപ്പോഴും വേണം. അത് ഞാൻ ഒരു ടിപ്സായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര വയസ്സായി പറഞ്ഞോ? അല്ലേ, ചെറിയ പ്രായം. എന്നാലും 25 വയസ്സായോ? 25 വയസ്സായോ? ഇല്ല, അതി കുറവാ. അത്രേ ആയിട്ടുള്ളൂ മോനെ. നീ പ്രണയിച്ചോ? കാരണം പ്രണയം മനസ്സിലില്ലെങ്കിൽ ആ മനുഷ്യനല്ല. എന്തിനേയും പ്രണയിക്കാം. പാട്ടിനോട് പ്രണയം തോന്നാം. പിന്നെ ഈ പ്രണയിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആരാണ്? ഇന്നത്തെ കാലത്തൊക്കെ പ്രണയിക്കാൻ എളുപ്പം മോനെ. പ്രണയം കൈവിടണ്ട, പ്രണയിച്ചോണ്ടേ ഇരിക്കുക. ഇപ്പം ചേച്ചി പുതിയ ആളുകൾ വന്നു, ചേച്ചിയുടെ പല കഥാപാത്രങ്ങളാണെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ജീവിതത്തില് ഇത്രയും കേസുകൾ വന്നേക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ 10 വർഷം മകന് വേണ്ടിയിട്ട് മാറി നിന്ന ടൈമിൽ പോലും കുറെ വേഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഈ പറഞ്ഞ സങ്കടങ്ങൾ ചേച്ചിക്ക് ഉണ്ടായിരുന്നു? അന്ന് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വേഷങ്ങൾ ഈ പുതിയ ആൾക്കാർ വന്നതുകൊണ്ട് കിട്ടാതെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം? മോനെ, ഞാൻ 10 വർഷം എന്ന് പറഞ്ഞ സങ്കടമല്ല, എനിക്ക് സന്തോഷമാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മോനെ ഷർട്ട് ഇട്ട് ആ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കണതും ആ താഴെ ഇറങ്ങി വരുന്നതും അവന് ചോറ് പാത്രത്തിലാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ കിട്ടൂല. ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് കഴിച്ച പാത്രത്തിൽ ഒരു ലേശം ചോറ് ബാക്കി കഴിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണത്. അതിൽ ഞാൻ കഴിച്ചിരുന്നത്. അത് വെറുതെ പറയണതല്ല. എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് നല്ലത് ഭക്ഷണം കൊടുക്കുക, അവരെ നന്നായിട്ട് നോക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ പിന്നെ ഞാൻ പടത്തിലെ റോളാണ് നോക്കിക്കേണ്ടത്. ഇത് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, അമ്മയല്ല, അമ്മൂമ്മയല്ല, വല്യമ്മയല്ല, ആരായാലും ഞാൻ അഭിനയിക്കും. എനിക്ക് അങ്ങനത്തെ റോളൊന്നും ഞാൻ അഭിനയിക്കും. ഇനിയും സമയമുണ്ട് എനിക്ക് അഭിനയിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വേഷങ്ങൾ കിട്ടിയില്ലെന്നുള്ള ഒരു പരാതിയോ ഒരു വിഷമോ എനിക്കില്ല. ചേച്ചി മുമ്പ് ഒരിക്കൽ ഒരു അബ്ദുൽ കലാം ജി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും അതൊന്നും അറിയാണ്ട് പോയത്? അതാ പറഞ്ഞത്. നല്ല ഇപ്പം ഞാൻ നിന്നെപ്പം ഒന്ന് തല്ലട്ടെ, ഒന്ന് തല്ലട്ടെ. തല്ലിക്കഴിഞ്ഞാൽ ഈ വാർത്ത ഭയങ്കര ന്യൂസ് ആയിരിക്കും. അല്ല, ഞാനൊരു ആങ്കറാണ്. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അത് വേഗം ന്യൂസ് വരും. ഇപ്പൊ എനിക്ക് കഴിഞ്ഞൊരു അവാർഡ് കിട്ടി. എത്ര പേര് പറഞ്ഞു? എനിക്കൊരു അവാർഡ് ഈ നമ്മുടെ മൈൽസ്റ്റോൺ തന്നെ തന്നിട്ടുണ്ട്. ഈ അവാർഡ് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും? അതേസമയം വേറെ എന്തെങ്കിലും ഒരു വിഷയം വന്ന് നോക്കിയേ. ഇപ്പം ഞാനായിരിക്കും ചാനൽ മുഴുവൻ, പ്രിയങ്ക ആയിരിക്കും ചാനൽ മുഴുവൻ. ഞാൻ മാക്സിമം ഒഴിഞ്ഞു പോകുന്ന ആളാണ്. എനിക്ക് താല്പര്യമില്ല, കുപ്രസിദ്ധി ഒന്നും കേൾക്കാൻ എനിക്ക് ഇനി താല്പര്യമില്ലാത്ത ആളാണ്. ഞാനൊന്നും നിൽക്കാറുമില്ല. പിന്നെ നിന്നെ തല്ലണമെന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നിന്റെ വർത്തമാനം കേട്ട് എനിക്ക് 28 എത്ര വയസ്സാ മോനെ?
ഹോട്ട് സീറ്റാ കസാരൂരിയും തന്നെ ചേച്ചി hot seat ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഹോട്ട് സീറ്റ് ഇതിനു മുമ്പ് കാണാം. ഞാൻ കുറെ ഹോട്ട് സീറ്റ് കണ്ട ആൾ തന്നെ. എനിക്ക് ആ ഒരു പേടിയൊന്നും ഇല്ലെന്ന് ഞാൻ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഹോട്ട് സീറ്റ് കാര്യങ്ങൾ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയണം. പക്ഷെ ആ ഉത്തരം മുട്ടി പോയത് കൊണ്ടല്ല ഞാൻ ഉത്തരം മുട്ടിയിട്ടില്ല. ആരാടാ ഉത്തരം മുട്ടിപ്പോ നീ ചോദിക്കും. അല്ല പിന്നെ എന്ത് ഉത്തരം ഞാൻ മുട്ടി ഇതൊന്നും പറഞ്ഞതേ. അല്ല ചേച്ചി എന്ന് പറയുന്നു ഞാൻ ഒരു കാര്യത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ചേച്ചി അവിടുന്നാണെങ്കിൽ മാറ്റിയിട്ട് ഈ ഒരു കാര്യം പറയും. എന്നാൽ ഞാൻ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ന്യൂ ജനറേഷന്റെ ഒപ്പമാണെന്ന് പറയുമ്പോൾ ന്യൂ ജനറേഷൻ ചേച്ചി ഇത് ആണിനും പെണ്ണിനും ഈക്വൽ ആയിട്ടുള്ള ചിന്തയുണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് ന്യൂ ജനറേഷൻ. എന്റെ പൊന്നെ നിനക്കത് തോന്നാൻ നിന്റെ വയസ്സ് ഇത്രേ ആയിട്ടുള്ളൂ മോനെ. നീ സത്യം പറഞ്ഞാൽ ഇനി ഇന്റർവ്യൂ കുറച്ചുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ ഇവരോട് പറഞ്ഞിട്ട് പോവാ, ഇതല്ല ഇന്റർവ്യൂ ചെയ്യേണ്ടത്, കുറച്ചും കൂടെ കാര്യങ്ങളായിട്ടുള്ള ഗൗരവത്തിൽ പഠിക്കണം. അല്ലാതെ എന്റെ വേറെ കുറച്ച് ഇന്റർവ്യൂസ് ഉണ്ട്, അത് ചേച്ചിക്ക് കാണാം. എന്റെ പൊന്നു മോനെ ഞാൻ നിന്റെ ഇന്റർവ്യൂ ഇനി ജന്മത്ത് കാണൂലെന്ന് തീരുമാനിച്ചു. കാരണം എന്താ വെച്ചാൽ ഈ മാതിരി ചോദ്യങ്ങളൊക്കെ ആയിരിക്കില്ലേ. ഇപ്പോഴും നീ കടിച്ചു പോകണ ഒറ്റ കാര്യത്തിൽ തന്നെയാ. 2050 കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമില്ലേ. ഇപ്പൊ ഞാൻ പറയണു, ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചോദിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ നിർത്തിയതാ. ഒട്ടും പേടിയില്ലാത്ത അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്റെ പ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രായം ഒന്നും ആരുടെയും മുന്നിൽ പറയാത്തത് നാളുകളിൽ ഇനി വേഷങ്ങളൊന്നും കിട്ടില്ല എന്നുള്ള പേടി കൊണ്ടാണോ? അങ്ങനെ പേടിയില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ആ ഒരു പ്രായം ചേച്ചിയുടെ പറയാവുന്നതാണ്. കാര്യം പല ആൾക്കാരും പ്രായം പറയാനെ കൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ പ്രായം എന്താണ്? എന്റെ പ്രായ നീ കല്യാണം ആലോചിക്കാൻ വന്നാണോടാ? അല്ല ഞാൻ ചോദിട്ടെ, നീ കുറെ നേരം കൊണ്ട് ആവശ്യമില്ലാതെ സ്റ്റോപ്പ് ചെയ്യാൻ നിന്റെ ഈ ഹോട്ട് സീറ്റ്. സ്റ്റോപ്പ് ഇറ്റ് ഹോട്ട് സീറ്റ്. ഞാൻ ചോദിട്ടെ, നിങ്ങളതൊന്ന് ക്യാമറ കട്ടി. കുറെ നേരം കൊണ്ട് ഇവൻ ഞാൻ ചോദിട്ടെ, ഞാൻ മര്യാദയ്ക്ക് എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുക്കുന്ന ആളാ. നീ ഇനി എന്റെ പ്രായമാണ് നീ എന്നെ കല്യാണം ആലോചിക്കാൻ പോവാ. നീ മിണ്ടാതിരിക്കും. പോയി വല്ല നിന്റെ പണി നോക്ക്. കുറെ നേരം കൊണ്ട് അവൻ പ്രായം ചോദിക്കുക. നീ എന്താ ഇവിടെ കല്യാണം നടത്താമെന്നാണ് ഈ ചാനലില്? നാളുകളിൽ വേഷങ്ങൾ എനിക്ക് പ്രായം വെച്ചുള്ള വേഷം ചെയ്യാതിരിക്കുന്ന ആളല്ല ഞാൻ. അല്ല എങ്കിൽ പിന്നെ നിന്നോട് പറയേണ്ട ആവശ്യം എനിക്ക് എന്തിരിക്കുന്നു? ശരി, എനിക്ക് പ്രായം 35. എന്താ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു അപ്പൊ പിന്നെ നീ ശരി 35 തന്നെ നീ വെച്ചോ. അല്ല നിന്നിട്ട് നിന്റെ കാര്യം നോക്കി എനിക്ക് പോകാൻ നോക്കും. മതി, ഇത്രയും ഇന്റർവ്യൂസ് ഒക്കെ മതി നമുക്ക്. നീ വേറെ ആരെങ്കിലും കൊണ്ടുവരുത്തിയിട്ട് ഒരു കാര്യം ചെയ്യും, ക്യാമറ ഓൺ ആണെങ്കിലേ ഇവന് വേറെ ആരെങ്കിലും കൊണ്ടുവച്ച് കൊടുക്കുക. എന്നെ പോലെയുള്ള ആൾക്ക് ഇന്റർവ്യൂ ആയിട്ട് മുഖമല്ല. ഒന്നാമത് ഇവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. മീശയില്ല, അതിന്റെ മുഖം നോക്കിക്കേ മനുഷ്യൻ ഭ്രാന്ത് കയറും. ഉത്തരങ്ങൾ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ചെയ്യാൻ പറ്റുക. ഉത്തരം മുട്ടണത് നിനക്കാ. നീ ഇപ്പൊ പറഞ്ഞത് ഞാൻ കേട്ട്. ഇതൊന്നും കണ്ടാ പേടിച്ചോടുന്ന ആളല്ല ഞാൻ. നീ വേറെ എന്ത് ഉത്തരം വേണ്ടി മതിടാ. ഇത്രയും സമയം നിനക്ക് തന്നത് തന്നെ കൂടുതലാണ്. ഇനി സമയം തന്നാലേ ദൈവം പോലും പൊറുക്കൂല. ഈ ഹോട്ട് സീറ്റിലെ എനിക്ക് ധൈര്യമായിട്ട് ഇരിക്കാനും അറിയാം, ഉത്തരം മുട്ടാതെ സംസാരിക്കാനും അറിയാം. ചോദ്യം ചോദിക്കാൻ അറിയാത്ത നീയാണ് ആദ്യം ഇറങ്ങി പോണ്ടത്. പോടാ ഇറങ്ങിപ്പോ. ഇല്ല എന്റെ ജോലിയാണ് ഞാൻ കഴിഞ്ഞത്. ഞാനാണല്ലോ ഉത്തരം പറയാനിരിക്കേണ്ടത്. എന്റെ റോള് നീ ഇറങ്ങിപ്പോ ആദ്യം. അല്ല എന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറോട് പറയാം, അല്ലെങ്കിൽ നീ ക്യാമറ എല്ലാം അവിടെ ചവിട്ടി പൊളിക്കണോ അത് നീ ഇറങ്ങി പോകണം. ഞാൻ പ്രോഗ്രാം നീ ആദ്യം ഇറങ്ങിപ്പോ. നീ ഇറങ്ങി പോയാൽ പറ്റും. ഡയറക്ടർ എനിക്ക് പോകാൻ പറ്റില്ല. ഡയറക്ടർ പറയിപ്പിക്കണേ. ക്യാമറ ആണ് എടുക്കുക. ഡയറക്ടർ പറയുന്നുണ്ടോ ഇല്ലയോ? ഇവനെ ആദ്യം ഇവിടുന്ന് പുറത്തു വിടണം. മതി, അത്രയ്ക്കുള്ളത് മതി.